ലിറ്റിൽ വേൾഡ്. ഡൗൺ സിൻഡ്രോം കുട്ടികളിലെ അമിതവണ്ണത്തെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. ഡൗൺ സിൻഡ്രോം കുട്ടികളിലെ സൂക്ഷ്മമായൊരു വെല്ലുവിളി തന്നെയാണ് അമിതവണ്ണം. ഈ ലോകത്ത് ഓരോ കുഞ്ഞും അതിൻ്റെ സ്നേഹത്തിലും സവിശേഷതകളിലും മനോഹരമാണ്. പക്ഷേ ചില കുട്ടികൾക്ക് അവരുടെ ജീവിതയാത്രയിൽ കുറച്ചധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. അവരിൽ ചിലർക്കാണ് ഡൗൺ സിൻഡ്രോം എന്ന അവസ്ഥ, അതിനൊപ്പം അമിതവണ്ണവും. ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ബാധിക്കാം. ഈ വീഡിയോയിലൂടെ നാം ഈ പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും അവരെ എങ്ങനെ പിന്തുണയ്ക്കാമെന്നും ചിന്തിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഈ സ്നേഹപൂർണ്ണമായ യാത്രയിൽ അവർക്കൊപ്പം ചേർന്ന് മുന്നേറാം. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ജീവിതം ഓരോ ദിവസവും പുതിയ വെല്ലുവിളിയാണ്, അല്ലേ? ഈ യാത്രയിൽ അമിതവണ്ണം എന്നൊരു നിഷിദ്ധമായ പ്രതിസന്ധി കൂടി വന്നാലോ? ഡൗൺ സിൻഡ്രോം എന്നത് ജന്മസഹജമായൊരു ക്രോമസോം വ്യതിയാനമാണ്. ഇത് കുട്ടികൾക്ക് ഏറെ ബുദ്ധിമുട്ടുകളും ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. ഇവർക്ക് സാധാരണക്കാർക്കൊപ്പം ജീവിക്കാൻ കഴിയുന്നുവെങ്കിലും ചില ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് അമിതവണ്ണം ഉണ്ടാകാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട്. ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡ് പ്രവർത്തനത്തിലെ കുറവ്. പിന്നെ കുറഞ്ഞ ശാരീരിക പ്രവർത്തനം, മസിൽ ടോണിൻ്റെ കുറവ്. ഭക്ഷണക്രമത്തിലെ അസന്തുലിതത്വം. ഇവയെല്ലാം ചേർന്ന് ഇവർക്ക് അമിതവണ്ണത്തിന് സാധ്യത വർദ്ധിക്കുന്നു. അമിതവണ്ണം ഹൃദ്രോഗം, പ്രമേഹം, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം. അതുകൊണ്ട് തന്നെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. സന്തുലിതമായ ഭക്ഷണക്രമം, നിത്യമായ ശാരീരിക പ്രവർത്തനം, ആരോഗ്യപരമായ ജീവിതശൈലി, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ഇവയെല്ലാം ചേർന്നാൽ കുട്ടികളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. അതുപോലെ തന്നെ പേരൻസ്, ഡോക്ടേഴ്സ്, ടീച്ചേഴ്സ് എന്നിവരുടെ സഹകരണം കുട്ടികളിലെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാം. കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, പിന്തുണ നൽകുക, സ്നേഹത്തോടെ സമീപിക്കുക, ഇവയെല്ലാം അവർക്കുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് വ്യായാമം വളരെ പ്രധാനമാണ്. ഇത് അവരുടെ പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ഭാരം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. വ്യായാമം അവരുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പിന്നെ പോഷകാഹാരം. സന്തുലിതമായ ആഹാരം, പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടെ അമിതവണ്ണം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. നിത്യജീവിതത്തിൽ സജീവമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തുക. ഉദാഹരണത്തിന് നമ്മുടെ വീടുകളിലെ ജോലികളിൽ തന്നെ അവരെയും കൂടെ ഉൾപ്പെടുത്തുക. അമിതവണ്ണം ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ സാധാരണയേക്കാൾ കൂടുതലാണ്. ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ പ്രതിസന്ധിയേക്കാൾ വലിയത് നമ്മുടെ കരുത്താണ്. സമയബന്ധിതമായ വ്യായാമം, ബാലൻസ് ആയിട്ടുള്ള ഭക്ഷണക്രമം, മാതാപിതാക്കളുടെ മനോബലവും സ്നേഹപരമായ പിന്തുണയും ഇവയെല്ലാം ചേർന്നാൽ കുട്ടികൾക്ക് ആരോഗ്യകരമായ ജീവിതം നേടാൻ കഴിയുന്നതാണ്. നമുക്ക് കൈകോർക്കാം, നല്ലൊരു ഭാവിയിലേക്ക് നടന്നു പോകാം. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.